പ്രശാന്തേട്ട, വർഷങ്ങൾക്ക് മുമ്പ് 1971 പാകിസ്ഥാൻ സൈനികരെ ഇന്ത്യയുടെ സഹായത്തോടു കൂടി ബംഗ്ലാദേശ് ആ നാട്ടിൽ നിന്ന് അടിച്ചോട്ടിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ബംഗ്ലാദേശ് മറ്റൊരു മണ്ടൻ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പാകിസ്ഥാനിൽ നിന്നുള്ള സൈനികരെ തങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അത് ഈ പാകിസ്ഥാൻ്റെ സൈനികർ ഇനി ബംഗ്ലാദേശിലെ സൈനികർക്ക് ക്ലാസ് എടുക്കുകയാണ്, പരിശീലിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് പരിശീലിക്കാനോ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാൻ എന്തായാലും ബംഗ്ലാദേശിന് പരിശീലനം നൽകാൻ തയ്യാറായിട്ടുണ്ട്. അതെങ്ങനെ നോക്കിക്കാണുന്നു? അതിനകത്തൊക്കെ ഒരു അജണ്ട ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ ഈ രീതിയിലാക്കുന്നതിനൊരു അജണ്ട ഉണ്ടെന്ന് നേരത്തെ നമ്മൾ എല്ലാ ടോക്കിലും ചർച്ച ചെയ്യുന്നതാണല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ബംഗ്ലാദേശിനെ ഉരുത്തിരിച്ചെടുത്തതിന് ശേഷം കിട്ടിയേക്കുന്ന പണി ഒക്കെ വളരെ വലുത്. കാരണം ബംഗ്ലാദേശിന് ഇപ്പം 4 വഴി കൂടെയും പണിയായി. ബംഗ്ലാദേശ് നിരന്തരമായിട്ട് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ തിരിച്ച് സൈനികമായിട്ട് ഓപ്പറേഷൻസ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ തന്നെയും അവിടെ തുറന്നു വിട്ടുള്ള ഭീകരവാദികൾക്ക് ഇവിടെ കയറുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ ഒന്നും നടക്കാത്ത ഒരു രീതിയുണ്ട്. പല രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടും നമ്മൾ യാതൊരു കാരണവശാലും അതിനകത്ത് വീണു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആദ്യം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു രീതി ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അറ്റാക്ക് ചെയ്യത്തക്ക രീതിയിലേക്കുള്ളൊരു രാജ്യമില്ലല്ലോ ബംഗ്ലാദേശ്. മാത്രമല്ല നമ്മുടെ ആശ്രയത്തിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന ഒരു രാജ്യം. കാരണം ഹസീന ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏത് ആവശ്യം വന്നാലും ഏത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് ആവശ്യപ്പെടും, നമ്മൾ പറയുന്ന പോലെ അവർ കാര്യങ്ങൾ നീക്കും. അപ്പം അവരുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പം നമ്മളുടെ ഒരു സ്റ്റേറ്റ് പോലെ പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യമെന്നേ പറയാനൊക്കെ. ഏറ്റവും അവസാനം ഇപ്പം എല്ലാം ചോദിച്ച് പ്രശ്നങ്ങൾ ഓരോന്ന് വന്നിട്ടും നമ്മൾ അതിനകത്ത് മൈൻഡ് ചെയ്യാതെ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ഹസീനെ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വാറോലയായിട്ട് വന്നു. അത് നമ്മൾ നോ കമൻസ് എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നു വിദേശകാര്യമന്ത്രി പോലും പറയാം, നോ കമൻസ്. കാരണം ചുമ്മാ പോടെ എന്നുള്ള നമ്മൾ പറയത്തില്ലേ, ഈ പോടെ എൻ്റെ പാട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഈ അനുഭവിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂനപക്ഷ വേട്ടയാണല്ലോ ബംഗ്ലാദേശിൽ 48 തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്തൊരു ആക്കം കൂടി, അല്ലെങ്കിൽ അത് മോദിയോടും ഇന്ത്യയോടുമുള്ള വൈരാഗ്യം അത് അവിടുത്തെ ന്യൂനപക്ഷത്തോട് തീർക്കുന്ന ഒരു രീതിയിലേക്കാണ് അവിടുത്തെ ഭരണമാറ്റത്തിന് ശേഷം അല്ലെങ്കിൽ അട്ടിമറിക്ക് ശേഷം കാണുന്നത്. അവിടുത്തെ ബുദ്ധന്മാരും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ഹിന്ദുക്കൾ, അതിനുശേഷം ബുദ്ധനും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് 1% ഇപ്പോൾ വരുന്ന 1% 8% വരുന്നുണ്ട്, ഒക്കെ വരുന്നുള്ളൂ. അപ്പം അവരെ പീഡിപ്പിക്കുന്ന രീതിയിലും ഇതിനകത്ത് അവരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ ഒരു ഇടപെടലും RSSൻ്റെ ഒരു ഇടപെടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് അവർ സംഘടിക്കുന്ന ഒരു ഭാഗമായി അവരെ സംഘടിപ്പിച്ച് സംയമരെ പിടിച്ചകത്തിടുന്ന ഒരു രീതിയുണ്ട്. അതിനുശേഷം നമ്മളവിടെ കൃത്യമായ ന്യൂനപക്ഷ പീഡനം അവിടെ നടക്കുന്നുണ്ടെന്ന് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പാടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് അവിടെ പോയി, നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി അവിടെ പോവുകയും അതിനകത്ത് രാജ്യമെന്നുള്ള രീതിയിൽ അവർ കേസെടുക്കാമെന്ന് പറയും. കേസെടുത്തോളി എന്നുള്ളതിൽ ഔദ്യോഗികമായിട്ടൊരു കേസെടുത്തു, 19 കേസെടുത്തു, പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ നമ്മൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞ കാര്യത്തിനകത്ത് ലോകത്തെ കേൾപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിരിക്കും. കാരണം അതിനുള്ള സാധ്യത അവിടെ ഇല്ല. അവിടുത്തെ ഈ മത തീവ്ര ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കെയറോഫിലാണ് ഇതെല്ലാം നടക്കുന്നത്. അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക പ്രധാനമന്ത്രിയും അതിൻ്റെ ഡെപ്യൂട്ടിയും ഒക്കെ അറിയാമല്ലോ, അലാം എന്ന് പറയുന്ന ഒരു അങ്ങനെ കണ്ട നമുക്ക് പേര് ഓർത്തിരിക്കാൻ പോലും പറ്റത്തില്ല, ഓർത്തിരിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠനാണ്, അവനെ സൃഷ്ടിച്ചവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഫോട്ടോ എടുപ്പിച്ച് ലോകത്ത് മൊത്തം കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ട്രെയിൻ ചെയ്തിട്ടുള്ള പയ്യനാണെന്നാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ട്. അതിനെ ഉപയോഗിക്കുന്നുണ്ട്, ബംഗ്ലാദേശിൽ ഉപയോഗിക്കുന്നുണ്ട്. അയാളാണ് ഉപദേശകൻ. അപ്പോൾ അയാളെ കൊണ്ടുപോയി യൂനസ് അമേരിക്കയിൽ കൊണ്ടുപോവുകയും അവിടെ അവരുടെ കൂടെ നിന്നവരെല്ലാം ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ഉണ്ടല്ലോ, അദ്ദേഹം ഇല്ല എന്നുള്ളതായിരുന്നേ ഉള്ളൂ. അതിന് മുമ്പുള്ള ഈ പറയുന്ന ഒബാമയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളവരും ഇപ്പോഴത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഓപ്പറേഷനാണ് അവിടെ നടന്നത്. പക്ഷേ ഇതിനൊക്കെ പാകിസ്ഥാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു താല്പര്യമായിരുന്നല്ലോ. അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ഹസീനയ്ക്കെതിരായിരുന്നു, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കെതിരായിരുന്നു. പലവട്ടം 75 അട്ടിമറിച്ചപ്പോഴും ജമാഅത്ത് ഇസ്ലാമി ആയിരുന്നു അതിൻ്റെ മുമ്പിൽ നിന്നത്. അതിന് അവിടുത്തെ പ്രതിപക്ഷം കൂട്ടുണ്ടായി, ഇപ്പോഴത്തെ പ്രതിപക്ഷം തന്നെ. ഇപ്പം അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ ആഗ്രഹം ഇന്ത്യ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരുടെ അകത്ത് ആഭ്യന്തര പ്രശ്നമുണ്ടായി ന്യൂനപക്ഷത്തെ കൊണ്ട്. അത് വലിയ വിഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അരക്കൻ ആർമിയുടെ കയറിയിരിക്കും. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു, ബുദ്ധന്മാരെ
ഇവിടുത്തെ ന്യൂനപക്ഷത്തിനെ ഉപദ്രവിച്ചാൽ കൈകാര്യം ചെയ്ത് കളയുമെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് പ്രസ്ഥാനം ഇറക്കഴിഞ്ഞു. മനസ്സിലായി, അവരെത്ര ശക്തമാണ്, അവരുടെ പുറകിലുള്ളത് അവരുടെ ഫണ്ടിങ്ങും അല്ലെങ്കിൽ അവരുടെ പുറകിലുള്ളത് അമേരിക്കയാണെന്നുള്ള കാര്യത്തിൽ ആലോചിച്ചു. അപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിനകത്ത് നമ്മുടെ ഈ രഹസ്യാന്വേഷണ വിഭാഗവും അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അജിത് ഡോവലിൻ്റെയൊക്കെ ഇടപെടിയിലും റോയുടെയൊക്കെ ഇടപെടിയിൽ വളരെ കൃത്യമായിട്ട് ബംഗ്ലാദേശിലുണ്ട്. ബംഗ്ലാദേശിൽ ഉരുത്തിരിയുന്ന കാര്യത്തിന് അല്ലെങ്കിൽ ഉരുത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം അവിടുത്തെ ഈ അരക്ഷിതാവസ്ഥയ്ക്ക് ഒക്കെ കാരണമായിട്ട് വരുന്നതിനകത്ത് നമ്മുടെ റോയൽ ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ ഒരു ഇടപെടിയിലുണ്ട്. അപ്പം ഈ ബംഗ്ലാദേശിൽ അവിടുത്തെ പട്ടാളം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ 10,000-75,000 പേരേ ഉള്ളൂ. അതിനകത്ത് പകുതിക്ക് ഏതാണ്ട് 30,000-40,000 സൈനികർ മാത്രമേ ഉള്ളൂ. ബാക്കി ഓഫീസർമാരായിട്ട് വരും. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അരക്കൻ ആർമി പോലും ഇപ്പം തന്നെ വളരെ കൂടുതൽ പ്രദേശം അവരെ പിടിച്ചെടുത്ത് കഴിഞ്ഞു. മാത്രം ഇങ്ങോട്ട് പിടിക്കാൻ വന്നാൽ ഒന്നും ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളുള്ള ഒരു സൈനിക ഗ്രൂപ്പൊന്നും അല്ല അത്. അപ്പോൾ ഏതെങ്കിലും രാജ്യത്തിന് അപ്പം യൂനസ് ഉൾപ്പെടെയുള്ളവരും അപ്പോഴത്തെ ഇവിടുത്തെ ഈ വിമത ഗ്രൂപ്പും കൂടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ സഹായം തേടാമെന്നുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തെ അവിടത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത മാസം തൊട്ട് പാകിസ്ഥാൻ പട്ടാളം ഔദ്യോഗികമായിട്ട് അവിടെ ചെന്നിട്ട് അവിടുത്തെ സൈനികരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ചെല്ലുന്നതെന്നാണ് പറയുന്നത്. കാരണം സൈനികരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിൽ കടന്നു കയറി ഒരു കാലത്ത് 1971 ഈ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്ത് അവിടെ ഈ പറയുന്ന അവിടുന്ന് പുറത്താക്കിയപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ അച്ഛനായിരുന്നല്ലോ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ നമ്മൾ സഹായിച്ച് ആ രാജ്യം പിടിച്ചടക്കി പുതിയൊരു ഭരണക്രമത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് വന്നതാണ്. അപ്പോൾ വീണ്ടും പാകിസ്ഥാൻ്റെ സർവാധിപത്യം, പാകിസ്ഥാൻ ആ രാജ്യത്തെ അട്ടിമറിച്ചു, ഈ പറയുന്ന ഹസീനയെ വെളിയിലാക്കി. ഇനി പാകിസ്ഥാൻ്റെ സർവാധിപത്യത്തിലേക്ക് അവിടുത്തെ സൈനികരെ വിളിച്ചു വരുത്തി ആ രാജ്യത്തിന് ഒരുപക്ഷെ ഇപ്പോൾ യൂനസ് വിചാരിക്കുന്നുണ്ട് പാകിസ്ഥാൻ പട്ടാളമെങ്കിലും വന്നിട്ട് ആ ഭരണം അവരുടെ കെയർ ഓഫിൽ അല്ലെ കെയർ ഓഫിലാണല്ലോ നിൽക്കുന്നത്, അവരുടെ കെയർ ഓഫിലെങ്കിലും ആ രാജ്യത്തിൻ്റെ അധികാരം തുടർന്നുകൊണ്ട് പോകുന്നതിനും അല്ലെങ്കിൽ യൂനസ് എന്ന് പറയുന്ന ആൾ താല്പര്യപ്പെടുന്നത് പോലെ മതരാഷ്ട്ര രാജ്യം പൂർണ്ണമായിട്ടാക്കുന്നതിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമായി ഇരുന്നു കൊണ്ട് ആ രാജ്യത്തെ ആൾക്കാർക്കിടെ ബുദ്ധിമുട്ടൊന്നും അറിയേണ്ട കാര്യമില്ല. ഇപ്പം മതരാഷ്ട്ര അതോടൊപ്പം തന്നെ വർഷങ്ങളായി തന്നെ പാകിസ്ഥാനിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയാണ്, പട്ടിണിയാണ്, ക്ഷാമമാണ്. അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നേരിട്ട് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ ബംഗ്ലാദേശിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാകിസ്ഥാന് കഴിയില്ലല്ലോ. അത് ബംഗ്ലാദേശിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാകിസ്ഥാന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ പാകിസ്ഥാന് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥ വന്നാൽ പാകിസ്ഥാനെ സഹായിക്കാൻ ആൾക്കാരുണ്ടാവും. ഇസ്ലാമിക രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന താല്പര്യമായിട്ട് നിൽക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഖത്തറാണ് ഈ തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യം, ഖത്തറാണ് ബംഗ്ലാദേശിനകത്ത് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രൊമോഷന് വേണ്ടി പണം കൊടുത്തതെന്ന് പോലും ഇപ്പം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫണ്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഖത്തറാണെന്ന് പറയുന്നുണ്ട്. ഖത്തറാണല്ലോ ഈ മതരാഷ്ട്ര സംവിധാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന പോലെ ലോകത്തുടനീളം ഖത്തറിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ രാജ്യം പട്ടിണി കിടക്കുന്ന രാജ്യം യുദ്ധസജ്ജമാവുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോൾ കോടാനുകൂടി രൂപയുടെ ഫണ്ട് വരും നമ്മളീ പറഞ്ഞതുപോലെ. അപ്പോൾ ഇപ്പം പാകിസ്ഥാന് പിടിച്ചു നിൽക്കണമെങ്കിൽ മതരാഷ്ട്രമാണല്ലോ, അല്ല ആ രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രശ്നം കൂടുതലാണല്ലോ. മതം തന്നെ വിറ്റ് അല്ലെങ്കിൽ ഈ മതരാഷ്ട്രവാദം വിറ്റ് ജീവിക്കുക, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് നടപ്പിലാക്കി വേറെ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യക്കാരുടെയും കാര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്നതിനും അത്തരത്തിലുള്ള താല്പര്യക്കാരുടെ രീതിയിലേക്ക് രാജ്യങ്ങളെ ഉരുത്തിരിച്ചു കൊടുക്കുന്നതിനും ഒക്കെ സഹായമാകുന്ന രീതിയിൽ യുദ്ധവും സംവിധാനവും ഒക്കെ ആയിട്ട് നിന്നാൽ മതി. ഇപ്പം തന്നെ പൈസ ഇല്ലെങ്കിൽ എങ്ങനെ അമേരിക്ക കഴിഞ്ഞ ദിവസം ബാൻ ഏർപ്പെടുത്തിയല്ലോ. ഈ ബാലിസ്റ്റിക് മിസൈലുകൾ, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ 15,000 അതിൻ്റെ ഏകദേശം അത് ഉരുത്തിരിച്ചെടുത്തെന്നാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം അമേരിക്ക ബാൻ ഏർപ്പെടുത്തി. അതിനകത്ത് ഇന്ത്യയുടെ ഇടപെടിയിലുണ്ടെന്നാണ് പറഞ്ഞ് ഇതിന് സാമ്പത്തികം കൊടുത്തിരിക്കുന്ന 3-4 കമ്പനിയെ ബാൻ ഏർപ്പെടുത്തി. അവരുടെ ഇനി ക്രയം നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ബാൻ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബാൻ ഏർപ്പെടുത്തിയാൽ ഇനി ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും? ഇപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ പട്ടിണിയാണ്, ഗോതമ്പില്ല, അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ആൾക്കാർ അതുപോലെ അവിടുത്തെ പൈസയുടെ മൂല്യം ഏറ്റവും താഴെ പോയി. എല്ലാ രീതിയിലും പട്ടിണിയായിട്ടും ആ രാജ്യത്തെ അരാജകത്വം വളരെ കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ആൾക്കാർ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ വരുമ്പോഴും ആ രാജ്യം യുദ്ധസജ്ജമാകുന്നെങ്കിൽ അതിനകത്ത് വലിയൊരു അപകടമുണ്ട്.
ആ രാജ്യത്തിലെ യുദ്ധസജ്ജമാക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ താല്പര്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെ അതിനു വേണ്ടി തയ്യാറായിട്ട് വേറെ ആൾക്കാർ ഫണ്ട് ചെയ്യുന്നുണ്ട്. അത് ആ ഫണ്ട് ഈ പറയുന്ന താല്പര്യക്കാരുടെ കയ്യിൽ മാത്രമാവുന്നൊരവസ്ഥയുണ്ടാവും. രാജ്യത്തിന് പുരോഗതിയൊന്നും ഉണ്ടാകത്തില്ല. രാജ്യത്തിന് പുരോഗതി ഇല്ലല്ലോ. ഈ പറയുന്നത് പോലെ ആ രാജ്യം ഇനി പുരോഗതിയിലേക്ക് വരണമെങ്കിൽ എത്ര കാലം എടുക്കും? മാത്രവുമല്ല, ആ രാജ്യത്തിന് അകത്ത് മൊത്തം തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ആ രാജ്യത്തെ 4 5 ആയിട്ട് വീടിക്കാൻ നിൽക്കുന്ന വിഘടന ഗ്രൂപ്പുണ്ട്, പല രാജ്യമായിട്ട് കൊണ്ടുവന്ന രീതിയിലേക്കുണ്ട്. അതൊക്കെ ഭയങ്കര അപകടത്തിലേക്കാണ് വരണം. കാരണം ഇത്തരത്തിൽ വിഘടനവാദികൾ ആ രാജ്യം പിടിച്ചെടുക്കുക പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ഏതാണ്ട് 1000-ഓളം ഈ ന്യൂക്ലിയർ ബോംബുകളുള്ള രാജ്യമാണെന്നാണ് പറയുന്നത്. ഇത് ആരുടെ കയ്യിലേക്ക് പോകും? ഒരു സുരക്ഷിതമായിട്ട് സ്റ്റെബിലിറ്റിയുള്ള രാജ്യത്തിൻ്റെ കയ്യിൽ അണുവായുധങ്ങൾ ഇരിക്കുന്ന പോലെയാണ് ഇത്തരം വിഘടനവാദ ശക്തികളുടെ കയ്യിൽ അണുവായുധം ഇരുന്നാൽ. പ്രോക്സി ഗ്രൂപ്പുകളുടെ കയ്യിലൊക്കെ അണുവായുധം എന്ന് പറയുന്ന സംവിധാനം പോയാൽ ഇപ്പം തന്നെ ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ കയ്യിലോട്ട് അണുവായുധം കിട്ടുക, വെച്ചൊരു കാച്ചത്തില്ലേ ഇസ്രായേലിലേക്ക്, അല്ലെങ്കിൽ അമേരിക്കയിലോട്ടൊക്കെ ഒരു തൊടുക്കത്തില്ലേ? അവർക്ക് ഇവിടെ അല്ലല്ലോ ജീവിതം. അവരുടെ സങ്കല്പം അനുസരിച്ച് ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഇതുപോലുള്ള ഈ പാകിസ്ഥാനിലുള്ള തീവ്ര ഗ്രൂപ്പുകളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ സങ്കല്പം അനുസരിച്ചെന്ന് പറഞ്ഞാൽ ജിഹാദ് നടത്തുക, സ്വർഗത്തിൽ പോയി നല്ലപോലെ ജീവിക്കുക. ഇതവർക്കിടെ ജീവിതമല്ല, ജിഹാദ് നടത്താൻ വേണ്ടിയുള്ളൊരു സ്ഥലം. അപ്പോൾ അവർക്ക് മുസ്ലിം വിരുദ്ധരെന്ന് കാണുന്ന ആൾക്കാരെ ജിഹാദ് നടത്തുന്നതിന് വേണ്ടി ഇതൊക്കെ കിട്ടിയ ഉപയോഗിക്കും. അത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ അപകടമായിട്ടുള്ള രീതിയിൽ പാകിസ്ഥാൻ നിൽക്കുമ്പോൾ അതേ അപകടത്തിൽ നിന്ന് ഒഴിവായ അഫ്ഗാനിസ്ഥാൻ 71-ൽ അത് ഒഴിവായി നല്ലൊരു രാജ്യമായിട്ട് നിന്ന് അഫ്ഗാനിസ്ഥാനെ വീണ്ടും അവരുടെ താല്പര്യത്തിലേക്കും ആ അപകടത്തിലേക്കും വളരെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് നമുക്ക് വലിയൊരു തലവേദനയായിട്ട് വരും. പക്ഷേ നമുക്ക് ഈ പറയുന്ന തലവേദന ഇപ്പം മറികടന്നേ മതിയാവത്തുള്ളൂ. അപ്പം അതിന് ട്രംപ് വന്നതിന് ശേഷം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനു മുമ്പേ ഈ പറയുന്ന ഈ പാകിസ്ഥാൻ ഉൾപ്പെടെ ഉള്ളവർ ഇത് ഈ നമ്മൾ പറയത്തില്ലേ അളുമ്പാക്കുവാന്ന്, ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യ വളരെ തയ്യാറെടുപ്പോടുകൂടി അതിർത്തി സംരക്ഷിക്കേണ്ട, പാകിസ്ഥാൻ അതിർത്തിയും നമ്മളീ പറയുന്ന ജമ്മു പ്രദേശങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ അതിർത്തി വളരെ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് വളരെ കരുതലോടുകൂടി നിരീക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. മ്യാൻമർ അറിയാമല്ലോ, മ്യാൻമറിൽ ഉള്ള പ്രശ്നങ്ങൾ, അവിടെ നമ്മൾ വേലികൾ വരെ കെട്ടിത്തിരിച്ച് മ്യാൻമറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 16 കിലോമീറ്റർ അങ്ങോട്ടും 14 കിലോമീറ്റർ ഇങ്ങോട്ടും ഒക്കെ പോകാൻ അതെല്ലാം മാറ്റി. അതായത് അതിർത്തികൾ സൈന്യത്തിൻ്റെ കൃത്യമായ നിരീക്ഷണത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ സംരക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നിന്ന്. ഏതായാലും ഈ സൈന്യത്തിന് പരിശീലനം കൊടുക്കാനെന്ന വ്യാജേന പോലും ബംഗ്ലാദേശിലേക്ക് കയറുന്നതും ഇപ്പോൾ ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉരുത്തിരിയലെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.